إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിനാണ്, അഥവാ തൗഹീദിന്റെ സാക്ഷാത്കാരത്തിനാണ്, തഹ്ഖീഖു തൗഹീദിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും എന്താണ് തൗഹീദിന്റെ സാക്ഷാത്കാരം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. തഹ്ഖീഖു തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്കിന്റെ എല്ലാ മേഖലകളെ തൊട്ടും ബിദ്അത്തിന്റെ എല്ലാ മേഖലകളെ തൊട്ടും അതുപോലെ തന്നെ പാപങ്ങളിൽ തുടർച്ചയായി തുടരാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് തഹ്ഖീഖു തൗഹീദ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ അവന്റെ തൗഹീദിനെ സംരക്ഷിക്കുമ്പോഴും ആ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോഴുമാണ് അവന്റെ ദീനിന്റെ ഏറ്റവും ഉന്നതമായ മഹത്തരമായ പദവിയിൽ അവനെത്താൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് ഏറ്റവും ഉത്തമമായ ദീനുള്ളത്? അവനതാ ഇഹ്സാൻ ചെയ്തുകൊണ്ട് മുഹ്സിനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ കീഴൊതുങ്ങുന്നു. അതുപോലെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അവൻ പിൻപറ്റുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഖലീലായി തെരഞ്ഞെടുത്തുമാണ്. സഹോദരങ്ങളെ, തൗഹീദിന്റെ പൂർത്തീകരണത്തിന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല ഉദാഹരണവും ഏറ്റവും നല്ല പാഠവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മുവഹ്ഹിദീങ്ങളുടെ ഇമാമായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അതെന്താണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. 4 വിശേഷണങ്ങൾ ആരാണോ എത്തിപ്പിടിക്കുന്നത്, ആരാണോ അത് പൂർത്തീകരിക്കുന്നത്, അവൻ അവന്റെ തൗഹീദിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മതൻ. ഒന്നാമത്തെ വിശേഷണം, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഖാനിതൻ ലില്ലാഹ്. രണ്ടാമത്തെ വിശേഷണം, അദ്ദേഹം അല്ലാഹുവിന് കീഴൊതുങ്ങിയവനായിരുന്നു. മൂന്നാമത്തെ വിശേഷണം ഹനീഫൻ, ഋജുമനസ്കനായിരുന്നു. നാലാമത്തെ വിശേഷണം വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഈ 4 വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. എന്നാൽ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റുന്നവരായിക്കൊണ്ട് തൗഹീദ് സാക്ഷാത്കരിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അതിൽ ഒന്നാമത്തെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാന ഉമ്മതൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉലമാക്കൾ പറഞ്ഞു, ഖുദ്വതൻ വ ഇമാമൻ വ മുഅല്ലിമൻ ലിൽ ഖൈർ. ഒരു നേതാവാണ്, ഒരു മാതൃകയാണ്, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. സഹോദരങ്ങളെ,
ദീനിൽ നേതൃത്വം ലഭിക്കണമെങ്കിൽ, ദീനിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ, ഇമാമത്ത് നേടണമെങ്കിൽ 2 കാര്യങ്ങൾ അവൻ എത്തിപ്പിടിച്ചിരിക്കണം. ഒന്ന്, അവന്റെ അമലുകളിൽ അവൻ സബർ കണ്ടെത്തിയിരിക്കണം. 2, അവന്റെ ഈമാനിൽ അവന് യഖീൻ ഉണ്ടായിരിക്കണം. സബറും യഖീനും കൊണ്ട് മാത്രമാണ് അല്ലാഹു തആല ദീനിൽ ആളുകൾക്ക് ഇമാമത്ത് നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അതെ, ബനൂ ഇസ്രായേലുകളിൽ നിന്ന് അല്ലാഹു ദീനിന്റെ ഇമാമത്ത് ഏൽപ്പിക്കാൻ ആളുകളെ തെരഞ്ഞെടുത്തത് അവർ ക്ഷമിച്ചതുകൊണ്ടും അവർക്ക് യഖീൻ ഉണ്ടായതുകൊണ്ടുമാണ്. ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ സബറും യഖീനും തെളിയിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദ് ബിതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്, വ്യത്യസ്ത കൽപ്പനകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഫഅതമ്മഹുൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെങ്കിലോ ആ പരീക്ഷണങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അല്ലാഹു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഇബ്രാഹിം, നിങ്ങളെ ഇതാ ഈ ജനങ്ങൾക്ക്, ഈ മുസ്ലിം സമൂഹത്തിന് ഇമാമായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ വിശേഷണം സബറും യഖീനും നേടിക്കൊണ്ട് ദീനിന്റെ ഉന്നതമായ സ്ഥാനത്തെത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, തഹ്ഖീഖുത് തൗഹീദിന്റെ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട വിശേഷണം ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറ്റി അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിരുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരുന്നു. എന്താണ് ഖുനൂത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുനൂത്ത് ദവാമുത് ത്വാഅ, സ്ഥിരമായിട്ടുള്ള അനുസരണം, എപ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ മുസല്ലി ഇദാ അത്വാല ഖിയാമഹു ഔ റുകൂഅഹു ഔ സുജൂദഹു ഫഹുവ ഖാനിതുൻ. ഒരു നിസ്കരിക്കുന്നവൻ അവന്റെ നൃത്തവും അതുപോലെ റുകൂഉം സുജൂദും എല്ലാം ദീർഘിപ്പിക്കുന്നുവെങ്കിൽ അവൻ നിസ്കാരത്തിൽ ഖുനൂത്ത് ഉണ്ടായവനാണ് എന്ന് പറയും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുന്നിടത്ത് സ്ഥിരതയോടുകൂടി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് അള്ളാഹുവിനോട് ഖാനിതായിട്ടുള്ള, അള്ളാഹുവിനോട് കീഴൊതുങ്ങിയവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, അസ്ലിം, നീ കീഴൊതുങ്ങുക, നീ കീഴൊതുങ്ങുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, ഇതാ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തും വിരോധനങ്ങൾ ഒഴിവാക്കുന്നിടത്തും ഏറ്റവും നല്ല മാതൃകയായി സാധിക്കുമ്പോഴാണ് നമുക്ക് തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കുക. മൂന്നാമത്തെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഗുണങ്ങളായി പറഞ്ഞു, ഹനീഫൻ, ഋജുമനസ്കനായിരുന്നു, ഒരു കളങ്കമില്ലാത്ത ഋജുമനസ്കനായിരുന്നു. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഹനീഫ്, ഹനീഫ് എന്ന് പറഞ്ഞാൽ അൽ മുഖ്ബിലു അലല്ലാഹ് വൽ മുഅരിദു അൻ കുല്ലി മാ സിവാഹ്, അല്ലാഹുവിലേക്ക് മുന്നിട്ടവൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അള്ളാഹുവിനോടുള്ള ഇനാബത്ത് കർമ്മങ്ങൾ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടും ഖൽബ് അള്ളാഹുമായി തഅല്ലുഖാക്കിക്കൊണ്ടും മറ്റൊന്നിലേക്കും തിരിയാതെ ശിർക്കിന്റെ ലാഞ്ചന പോലുമില്ലാതെ പൂർണ്ണമായി തൗഹീദിലായിക്കൊണ്ട് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ, അവനാണ് ഹനീഫ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണമായി അള്ളാഹു തആല ആവർത്തിച്ച് ഖുർആനിൽ പറഞ്ഞ വിശേഷണമാണ് ഹനീഫായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞ വാക്കുകൾ, തന്റെ സമൂഹം ശിർക്കിലായി മുഴുകുമ്പോൾ, അള്ളാഹു അല്ലാത്ത മറ്റോരോന്നിനെയും ആരാധിക്കുമ്പോൾ അവരോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിച്ച നിമിഷത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ പറ്റി പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു കാരണത്തിനോടും ബന്ധിപ്പിക്കാതെ തന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ അള്ളാഹു നമ്മെ അറിയിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശിർക്കിൽ മുഴുകിയ തന്റെ സമൂഹത്തിനോട് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഈ ആരാധിക്കുന്നത്? വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? അൻതും വആബാഉകും അൽ അഖ്ദമൂൻ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിച്ചു വരുന്നത് എന്തിനെയാണെന്ന്? ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ, അതെ, അവരെന്റെ ശത്രുവാണ്. അവരെ അള്ളാഹു ഒഴികെ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഒഴികെ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളും വ്യക്തികളും ഉണ്ടോ അവരെല്ലാം എന്റെ ശത്രുവാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് ആരാണ് റബ്ബുൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ,
ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചവൻ, വഴികേടിന്റെ പാതയിൽ നിന്ന് എനിക്ക് നേരായ മാർഗം കാണിച്ചു തന്ന, ഹിദായത്ത് നൽകിയവൻ, വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ, വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ ശിഫാക്കുന്നവൻ, വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നവൻ, അതിനുശേഷം നാളെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന അന്ത്യനാളിൽ എന്റെ പാപങ്ങൾ അത് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ, അവനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിനോട് പറയുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ഖൽബ് പൂർണ്ണമായി അല്ലാഹുമായി തഅല്ലുഖ് ചെയ്ത വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ വിശേഷണം ഹനീഫാണ് ആവണമെങ്കിൽ നമുക്കുണ്ടായിരിക്കണം. നാലാമത്തെ വിശേഷണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഷിർക്കിന്റെയും ഷിർക്കിന്റെ ആളുകളുമായിട്ട് എല്ലാ രീതിയിലുള്ള ബറാഅത്ത് പ്രഖ്യാപിച്ചവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തിനോടും പറഞ്ഞു, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്, അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്. അതേ സഹോദരങ്ങളെ, ശിർക്കിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിക്കേണ്ടവരാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നവർ. അത് മാതൃകയാക്കാൻ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്കിതാ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിന്തുടർന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കളിലും നിങ്ങൾക്കിതാ മാതൃകയുണ്ട്. ഇത് ഖാലൂ ലിഖൗമിഹിം, അവരെല്ലാം അവരുടെ സമൂഹത്തിനോട് പറഞ്ഞു, ഷിർക്കിൽ മുഴുകിയിരുന്ന അവരുടെ സമൂഹത്തിനോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങളിതാ നിങ്ങളെ തൊട്ടും നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. കഫർനാ ബിക്കും, ഞങ്ങളിതാ നിങ്ങളിൽ നിഷേധിക്കുന്നു, ഞങ്ങളിതാ നിങ്ങളിൽ അവിശ്വസിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, അല്ലാഹുവിനെ മാത്രം, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നത് വരെ ഇതാ നമ്മളും നിങ്ങളും തമ്മിലുള്ള ഈ അകൽച്ച അത് വ്യക്തമായി പ്രകടമായി തന്നെ നിലകൊള്ളും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അതെ, ഷിർക്കിൽ നിന്നും ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിക്കുമ്പോഴാണ് സഹോദരങ്ങളെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 4 വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്ന്, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ സ്വബറും യഖീനും നേടി ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിശേഷണമായി പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്ത് സ്ഥിരത നേടുക. മൂന്നാമത്തെ വിശേഷണമായി പറഞ്ഞു, ഖൽബ് അള്ളാഹുമായിട്ട് തഅല്ലുഖാവുക, ഹനീഫാവുക. നാലാമത്തെ വിശേഷണമായി പറഞ്ഞു, ഷിർക്കിന്റെയും അതിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിക്കുക. അവനാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്തവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ സൂറത്തുൻ നഹ്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങൾ അഥവാ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തൗഹീദിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച, തൗഹീദിന്റെ പ്രബോധനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച, തൗഹീദിനെ കുറിച്ചുള്ള മഹത്തായ കിതാബായ കിതാബ് തൗഹീദ് പോലെയുള്ള കിതാബുകൾ രചിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞത് കാണാം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു സമുദായമായിരുന്നു എന്ന് പറയാനുള്ള കാരണം
ആളുകളെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഈ മാർഗത്തിൽ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് ആ സമുദായമായി ഇബ്രാഹിം നബിയെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പറയുന്ന കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമാണ് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമാണ് തൗഹീദ് അംഗീകരിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സമുദായം എന്ന് പറയാനുള്ള കാരണം. ഖാനിതൻ ലില്ലാഹ് എന്നതിനെ തഫ്സീർ ചെയ്തു പറഞ്ഞു, ലാ ലിൽ മുലൂകി വലാ ലിത്തുജാരിൽ മുത്രഫീൻ. ആർഭാട ജീവിതം നയിക്കുന്ന കച്ചവടക്കാരെയോ രാജാക്കന്മാരെയോ അല്ല കീഴൊതുങ്ങുന്ന, അവരുടെ മുമ്പിലല്ല കീഴൊതുങ്ങിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കീഴൊതുങ്ങിയത്. ഹനീഫൻ എന്നുള്ള എടുത്ത് പറഞ്ഞു, ലാ യമീലു യമീനൻ വലാ ശിമാലൻ കഫിഅലിൽ ഉലമാഇൽ മഫ്തൂനീൻ. ഫിത്നയിൽ അകപ്പെട്ട പണ്ഡിതന്മാരെ പോലെ ആടിക്കളിക്കുന്നവരല്ല, നേരായ മാർഗത്തിൽ അള്ളാഹുവിലേക്കുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നാലാമത്തെ വിശേഷണമായിട്ടുള്ള വലം യകു മിനൽ മുശ്രിക്കീൻ എന്നുള്ള എടുത്ത് പറഞ്ഞു, ഖിലാഫൻ ലിമൻ കസറ സവാദഹും വസഅമ അന്നഹു മിനൽ മുസ്ലിമീൻ. ആളുകൾ എത്ര ആധിക്യമുണ്ടെങ്കിലും അവർ മുസ്ലിമാണെന്ന് വാദിച്ചാലും ശിർക്കിന്റെ ആളുകളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അതേ സഹോദരങ്ങളെ, ഈ 4 വിശേഷണങ്ങൾ തൗഹീദ് സാക്ഷാത്കരിക്കാൻ, അതിന്റെ പൂർണ്ണതയിലെത്താൻ ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ, ഒരു ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തായി പഠിപ്പിച്ചിട്ടുള്ള ഈ വിശേഷണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. നാം അള്ളാഹുവിനോട് സഹായം തേടണം. അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന തൗഹീദ് സാക്ഷാത്കരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.